Good afternoon, students. In the last class, we had discussed about the solid liquid separation. We had completed the solid liquid separation by the last class. In this class, we will discuss about the downstream processing, that is cell disruption methods in downstream processing. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൗൺസ്ട്രീം പ്രോസസ്സിങ്ങിലെ സോളിഡ് ലിക്വിഡ് സെപ്പറേഷനിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെൽ ഡിസ്ട്രപ്ഷൻ ആണ്. അപ്പോൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The cell disruption methods can be classified into physiomechanical methods and chemical enzymatic methods. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സിൽ നമ്മൾ പറയാനുള്ളത്. ഒന്ന് ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സും രണ്ടാമത്തത് കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്സും ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്നാണ്. വൈ വി യൂസ് സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ്. Certain products are produced intracellularly and it would be necessary to disrupt the cells and release out the product. Any method of disruption must ensure that the labile materials are not denatured by the process or hydrolyzed by the enzymes present in the cells. അപ്പോൾ ചില പ്രോഡക്ട്സ് ഇൻട്രാ സെല്ലുലാറായിട്ടായിരിക്കും ഫോം ചെയ്യുക, സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും പ്രോഡക്ട്സ് ഉണ്ടാകുക. ആ പ്രോഡക്ട്സിനെ പുറത്തേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അതിനെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ചില പ്രോഡക്ട്സ് സെല്ലിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുക. ആ സെല്ലിൻ്റെ ഉള്ളിൽ ഫോം ചെയ്ത പ്രോഡക്റ്റിനെ സെല്ല് ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്ത് എടുത്താൽ മാത്രമേ ആ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ മെത്തേഡ്സിന് പറയുന്ന പേരാണ് സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ്. അപ്പോൾ ഈ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് കാരണം പ്രോഡക്റ്റിന് യാതൊരു തകരാറും സംഭവിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇനി സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ് മസ്റ്റ് എൻഷുർ ദാറ്റ് ലബൈൽ മെറ്റീരിയൽസ് ആർ നോട്ട് ഡീനേച്ചേർഡ് ബൈ ദി പ്രോസസ് ഓർ ഹൈഡ്രലൈസ്ഡ് ബൈ ദി എൻസൈംസ് പ്രസൻറ്റ് ഇൻ ദി സെൽ. അപ്പോൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് വഴി നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന പ്രോഡക്റ്റിന് ഈ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് കാരണം യാതൊരു ഡീനാച്ചുറേഷനും അല്ലെങ്കിൽ യാതൊരു ഹൈഡ്രോളിസിസും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫോം ചെയ്ത പ്രോഡക്റ്റിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ പ്യൂരിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് കാരണം ആ പ്രോഡക്റ്റിന് ഹൈഡ്രോളിസിസോ അല്ലെങ്കിൽ ഡീനാച്ചുറേഷനോ ഒന്നും സംഭവിക്കാൻ പാടില്ല. പിന്നെ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സും കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്സും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സ് ആണ്. ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സ് 6 മെത്തേഡ്സ് ആണ്. അഞ്ച് മെത്തേഡ്സ് ആണ് ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സിലുള്ളത്. ദേ ആർ ലിക്വിഡ് ഷിയർ, സോളിഡ് ഷിയർ, ബ്ലെൻഡിങ്, ഫ്രീസിങ് ആൻഡ് തോയിങ് ആൻഡ് അൾട്രാസോണിക്കേഷൻ. 5 മെത്തേഡ്സ് ആണ് ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സിൽ ഓഫ് സെൽ ഡിസ്ട്രപ്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലിക്വിഡ് ഷിയർ, രണ്ടാമത്തെ സോളിഡ് ഷിയർ, മൂന്നാമത്തത് ബ്ലെൻഡിങ്, നാലാമത്തത് ഫ്രീസിങ് ആൻഡ് തോയിങ് ആൻഡ് അഞ്ചാമത്തത് അൾട്രാസോണിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡാണ് ലിക്വിഡ് ഷിയർ. The liquid shear is widely used in large-scale enzyme purification procedures. The pressurized slurry is passed through a narrow passage and finally come out through a narrow orifice. At orifice, there is a sudden pressure drop which leads to cavitation in the fluid and cell disruption. അപ്പോൾ ലിക്വിഡ് ഷിയർ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എൻസൈമിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ എൻസൈം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് ഷിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ഷിയർ എന്താണ് ആദ്യം നോക്കാം. അപ്പോൾ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ലിക്വിഡ് ഷിയർ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് വരുന്ന പ്രഷറാണ്, ലിക്വിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് ലിക്വിഡ് ഷിയർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെല്ലിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ സെല്ലിനെ എങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നാരോ പൈപ്പ് എടുക്കുക, അതായത് വളരെ വണ്ണം കുറഞ്ഞ ഒരു പൈപ്പ് എടുക്കുക. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് നല്ല പ്രഷറിൽ എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക. അപ്പോൾ പൈപ്പിൻ്റെ
പൈപ്പിൻ്റെ വണ്ണം കുറയും തോറും അതിലൂടെ പോകുന്ന ലിക്വിഡിൻ്റെ മുകളിലുള്ള പ്രഷർ കൂടിക്കൂടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 2 ഓസ് ഉണ്ട്. അപ്പോൾ ഒരു ഓസിന് എന്താണ് നല്ല വണ്ണമുള്ള ഓസാണ്, ഒരു ഓസ് ചെറിയ ഓസാണ്, അത് വണ്ണം കുറഞ്ഞ ഓസാണ്. അപ്പോൾ ഏതിലൂടെ വരുന്ന വെള്ളത്തിനായിരിക്കും ഫോഴ്സ് കൂടുതലുണ്ടാകുക? ചെറിയ വണ്ണമുള്ള ഓസിനോ അതോ വലിയ വണ്ണമുള്ള ഓസിനോ? അപ്പോൾ ചെറിയ വണ്ണമുള്ള ഓസിൻ്റെ കൂടി പാസ് ചെയ്യുന്ന വെള്ളത്തിനായിരിക്കും ഫോഴ്സ് കൂടുതലുണ്ടാകുക. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ചെറിയ നാരോ പൈപ്പ് എടുക്കുക, നാരോ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുക. അപ്പോൾ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ഹൈ പ്രഷറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അത് പുറത്തേക്ക് ചാടുമ്പോൾ, അതായത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അതിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ പെട്ടെന്നൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഈ സെൽസ് എന്തായിപ്പോൾ ഡിസ്ട്രപ്റ്റ് ആയിപ്പോൾ, അല്ലെങ്കിൽ സെൽസ് പൊട്ടിത്തെറിക്കും. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ഒന്നുകൂടിയും പറയാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എൻസൈം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ചെറിയൊരു നാരോ പൈപ്പ്, അതായത് വണ്ണം കുറഞ്ഞ പൈപ്പിലൂടെ പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പ്രഷർ ഉണ്ടാവും. അപ്പോൾ വണ്ണം കുറയും തോറും പ്രഷർ കൂടും, അതായത് പൈപ്പിൻ്റെ വണ്ണം കുറയും തോറും പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടും തോറും കൂടുതൽ പ്രഷർ ആ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് പുറത്തേക്ക് ചാടുകയാണ്. അപ്പം ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി അത് പുറത്തേക്ക് വരില്ലേ? അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പ്രഷർ പെട്ടെന്ന് കുറയും. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കാരണം സെൽസ് ബ്രേക്ക് ചെയ്തിട്ട് സെൽസിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റ് റിലീസ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡാണ് സോളിഡ് ഷിയർ. ഇപ്പോൾ ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് സോളിഡ് ഷിയർ. അപ്പോൾ ലിക്വിഡ് ഷിയർ പോലെ തന്നെയാണ് സോളിഡ് ഷിയറും. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്ത് സോളിഡ് ആക്കും. എന്നിട്ടാണ് ഈ പൈപ്പിലൂടെ നമ്മൾ പാസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ പ്രഷർ എക്സ്ട്രൂഷൻ ഓഫ് ഫ്രോസൺ മൈക്രോ ഓർഗാനിസംസ് അറ്റ് അറൗണ്ട് -25 degrees Celsius around a small orifice is done in this method. The disruption is due to the combination of liquid shear through a narrow orifice and presence of ഐസ് ക്രിസ്റ്റൽസ്. അപ്പോൾ ലിക്വിഡ് ഷിയറിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഏകദേശം സോളിഡ് ഷിയറിനുള്ളത്. അപ്പോൾ ലിക്വിഡ് ഷിയറിൽ നമ്മൾ ലിക്വിഡാണ് ഈ ചെറിയ പൈപ്പിലൂടെ പമ്പ് ചെയ്തതെങ്കിൽ സോളിഡ് ഷിയറിൽ നമ്മൾ എന്താക്കും? ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ -25 degrees Celsius എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യും. അപ്പോൾ -25 degrees Celsius ഫ്രീസ് ചെയ്ത സോളിഡ് ബ്രോത്താണ് നമ്മൾ എന്ത് ചെയ്യുക? സോളിഡായിട്ടുള്ള ബ്രോത്താണ് നമ്മൾ ഈ നാരോ പൈപ്പിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ നാരോ പൈപ്പിലൂടെ പാസ് ചെയ്തത് പുറത്തേക്ക് വരുമ്പോൾ എന്താണ്? അത് ഉരുകിയിട്ട് ലിക്വിഡായിട്ടുണ്ടാവും. അപ്പോൾ നാരോ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു സോളിഡ് ബ്രോത്തിനെ കുത്തിക്കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പ്രഷർ വരും. അപ്പോൾ അത് വന്നാൽ പെട്ടെന്ന് അത് ഉരുകിയിട്ട് ലിക്വിഡായിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ പ്രഷറിൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ലിക്വിഡ് ഷിയറിൻ്റെ അതേ പ്രിൻസിപ്പിളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ -25 degrees Celsius ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീസ് ചെയ്യുമ്പോൾ ആ സെൽസിൻ്റെ ഉള്ളിൽ നല്ല കൂർത്ത ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഐസ് ക്രിസ്റ്റൽസ് സെല്ലിൻ്റെ മുകളിൽ തട്ടിയാൽ ബലൂണ് മൊട്ടുസൂചി കൊണ്ട് കുത്തുമ്പോൾ പൊട്ടുന്നത് പോലെ ഈ സെല്ല് എന്ത് ചെയ്യും? ഈ ഐസ് ക്രിസ്റ്റൽസ് കൊണ്ട് കുത്തുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ട് പ്രിൻസിപ്പിൾസ്. അപ്പോൾ സോളിഡ് ഷിയർ എന്താണ്? ലിക്വിഡ് ഷിയറിനോട് സിമിലർ ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഷിയറിൽ നമ്മൾ ലിക്വിഡ് ബ്രോത്ത് ആണ് നാരോ പൈപ്പിലൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ സോളിഡ് ഷിയറിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലിക്വിഡിനെ എടുത്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. അതായത് -25 degrees Celsius ഫ്രീസ് ചെയ്ത് അതിനെ സോളിഡ് ആക്കിയിട്ടാണ് നാരോ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രഷറിലായിരിക്കും ആ സെൽസ് ഉണ്ടാകുക. അപ്പം അത് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രഷർ കുറയും. മാത്രമല്ല ഈ സെൽസിൻ്റെ ഉള്ളിൽ ഫ്രീസ് ചെയ്യുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ്, അതായത് നല്ല കൂർത്ത ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഇത് കാരണം സെൽസിൻ്റെ മുകളിൽ ഇത് തട്ടുമ്പോൾ എന്താണ്? സെൽസിൽ പൊട്ടിത്തെറിക്കും. അടുത്ത മെത്തേഡാണ് അജിറ്റേഷൻ വിത്ത് അബ്രേസീവ്സ്. അപ്പോൾ അബ്രേസീവ്സ് എന്താണെന്ന് ആദ്യം നോക്കണം. അപ്പോൾ അബ്രേസീവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരയുള്ള സാധനങ്ങളാണ് അബ്രേസീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ നല്ല ഇങ്ങനെ ഒര പോലത്തെ സാധനങ്ങൾ, അതായത് നമ്മുടെ സാൻഡ്, പിന്നെ ഗ്ലാസ് പൗഡർ, അപ്പോൾ ഇങ്ങനത്തെ ഒരയുള്ള സാധനങ്ങളാണ് അബ്രേസീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സെൽഫ് ഡിസ്ട്രപ്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ എ ഡിസിൻറ്റഗ്രേറ്റർ കണ്ടെയ്നിങ് എ സീരീസ് ഓഫ് റൊട്ടേറ്റിംഗ് ഡിസ്ക് ആൻഡ് സ്മോൾ ബീഡ്സ്. The beads are made up of mechanically resistant materials like glass, aluminum or ceramics. Glass powder or
sand can be used as abrasives. അപ്പോൾ ഈ അജിറ്റേഷൻ വിത്ത് അബ്രേസീവ്സിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുണ്ട്. ഫ്രീസിങ് ആൻഡ് തോയിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് നിങ്ങളെ പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അജിറ്റേഷൻ വിത്ത് അബ്രേസീവ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഗ്ലാസ് പൗഡറോ അല്ലെങ്കിൽ സാൻഡോ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്ലാസ് പൗഡറിന് നല്ല മുനമ്പുണ്ടാവും. അപ്പോൾ ഗ്ലാസ് പൗഡർ നമ്മുടെ കയ്യിലൊക്കെ ആയാലും നമ്മുടെ കൈയൊക്കെ മുറിയൂലേ. അപ്പോൾ ഈ ഗ്ലാസ് പൗഡർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൽസ് ഉള്ള ഫെർമെൻറ്റേഷൻ ബ്രോത്തും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ അരച്ചു കൊടുക്കുക. അപ്പോൾ ഈ അരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്ലാസ് പൗഡറിൻ്റെ മൂർച്ച കാരണം ഈ സെൽസ് പൊട്ടിയിട്ട് സെൽസിലെ കണ്ടൻറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അജിറ്റേഷൻ വിത്ത് അബ്രേസിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഫൈനായിട്ടുള്ള ഗ്ലാസ് പൗഡർ ഇടുക, എന്നിട്ട് നല്ലോണം അരച്ചു കൊടുക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ ഈ ഗ്ലാസ് പൗഡറിൻ്റെ മൂർച്ച കാരണം ഈ സെൽസ് പൊട്ടിയിട്ട് സെൽസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് പുറത്തേക്ക് വരും. നെക്സ്റ്റ് മെത്തേഡാണ് ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡിൽ ഉള്ള അടുത്ത മെത്തേഡാണ് ഫ്രീസിങ് ആൻഡ് തോയിങ്. അപ്പം ഫ്രീസിങ് ആൻഡ് തോയിങ് ഓഫ് മൈക്രോബിയൽ സെൽസ് കോസസ് ഐസ് ക്രിസ്റ്റൽസ് ഫോം. An expansion followed by thawing will lead to disruption of cells. It is with a limited release of cellular materials. അപ്പോൾ ഫ്രീസിങ് ആൻഡ് തോയിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അതിനെടുത്ത് പുറത്ത് വെച്ചിട്ട് അതിനെ ലിക്വിഡാക്കി മാറ്റുക. അപ്പോൾ ഈ സമയത്ത് ഫെർമെൻറ്റേഷൻ ബ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിലെടുത്ത് വെക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അതിനെടുത്ത് പുറത്ത് വെച്ച് തണുപ്പിച്ചിട്ട് അതിനെ പിന്നെയും ബ്രോത്താക്കി മാറ്റും, അത് ലിക്വിഡാക്കി മാറ്റും. അപ്പോൾ ഈ സമയത്ത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൻ്റെ അകത്ത് എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഐസ് ക്രിസ്റ്റൽസ് കാരണം സെൽസ് ഡിസ്ട്രപ്റ്റ് ആവും. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്നുണ്ടാകുന്ന സ്റ്റേറ്റിലുള്ള മാറ്റം കാരണം സെൽസ് ഡിസ്ട്രപ്റ്റ് ആവും. അപ്പോൾ ഫ്രീസിങ് ആൻഡ് തോയിങ്, ഫ്രീസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ സോളിഡാക്കി മാറ്റുക, തോ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ലിക്വിഡാക്കി മാറ്റുക, അതായത് തണുപ്പ് മാറ്റിയിട്ട് അതിനെ ലിക്വിഡാക്കി മാറ്റുക. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുത്തിട്ട് ആദ്യം ഫ്രീസ് ചെയ്യണം. അത് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് കട്ടയാവും, അപ്പോൾ കട്ട സോളിഡായിട്ട് മാറും. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അതിൻ്റെ കൂർത്ത മുനമ്പ് കാരണം സെൽസ് പൊട്ടിത്തെറിക്കും. അതിനുശേഷം അതിനെടുത്ത് പുറത്ത് വെക്കുമ്പോൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ അത് തണിയുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ അത് ലിക്വിഡായിട്ട് മാറും. ആ സമയത്ത് പെട്ടെന്നാണ് അത് സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറുന്ന ഈ സ്റ്റേറ്റിലുണ്ടാകുന്ന ചേഞ്ച് കാരണം സെൽ ഡിസ്ട്രപ്ഷൻ സംഭവിക്കും. ഇനി ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡുള്ള ലാസ്റ്റ് മെത്തേഡാണ് അൾട്രാസോണിക്കേഷൻ എന്ന് പറയുന്നത്. ദി അൾട്രാസോണിക്കേഷൻ യൂസസ് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ദാറ്റ് ഈസ് 20 kHz at the tip of an ultrasonication probe, which leads to cavitation and shock waves, thus producing cell disruption. It is very effective on small scale, and a number of serious drawbacks make it unsuitable for large operation. The power requirements are high and a large heating effect, so cooling is needed. The probes have short working life and only effective over short range. അൾട്രാസോണിക്കേഷനിൽ എന്താ ചെയ്യുന്നത്, പേര് തന്നെ ഉണ്ട്. അതായത് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് സെൽസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൽസ് പൊട്ടിക്കുന്ന പ്രൊസീജിയറാണ് അൾട്രാസോണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനാണ്, അതായത് 20 kHz വൈബ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ എടുക്കുക. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ സെൽസ് ഉണ്ട്, സെൽസിൻ്റെ ഉള്ളിലാണ് പ്രോഡക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുത്ത് ഇതിലേക്ക് അൾട്രാസോണിക്കേഷൻ പ്രോബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അൾട്രാസോണിക്കേഷൻ പ്രോബ് എന്ന് പറഞ്ഞാൽ കാണാൻ ഒരു പെന്ന് പോലെയാണ് ഉണ്ടാകുക. ഇതാ കണ്ടോ, അപ്പോൾ ഒരു അൾട്രാസോണിക്കേഷൻ പ്രോബ് നമ്മൾ ഒരു പെന്ന് പോലെയൊക്കെ ഉണ്ടാകുക. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സെൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ബ്രോത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈ അൾട്രാസോണിക് പ്രോബ് എന്തുണ്ടാക്കും, അൾട്രാസോണിക് വേവ്സ് ഉണ്ടാക്കും. ഇത് സെൽസിൽ എന്തുണ്ടാക്കും, തുളകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ കാവിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ തുളകളിലുള്ള കൂടി വാട്ടർ ഉള്ളിലേക്ക് കടന്നിട്ട് സെല്ല് പൊട്ടിത്തെറിക്കും.
അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുക്കുക ഒരു കണ്ടെയ്നറിൽ, അതിലേക്ക് അൾട്രാസോണിക് പ്രോബ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാകുമ്പോൾ അത് സെൽസിൽ തുളകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാവിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ തുളകളുടെ ഉള്ളിൽ കൂടി വാട്ടർ ഉള്ളിൽ കടന്നിട്ട് സെൽസ് വീർത്തിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് സ്മോൾ സ്കെയിൽ ഓപ്പറേഷനുമായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ലാർജ് എമൗണ്ട് ഓഫ് പവർ വേണം. ഈ അൾട്രാസോണിക് പ്രോബിന് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വേണം. പിന്നെ ഈ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത് എനർജി വേവ്സ് ആണ്. അത് കാരണം ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ചൂടാവും. അപ്പോൾ അത് തണുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേറെ പൈസ ചിലവുണ്ടാവും. അപ്പോൾ അൾട്രാസോണിക് പ്രോബ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാന്ന് വെച്ചാൽ ഇത് സ്മോൾ സ്കെയിൽ, അതായത് ചെറിയ എമൗണ്ട് ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ മാത്രമേ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യൂ. വലിയ എമൗണ്ട് വോളിയത്തിൽ ഫെർമെൻറ്റേഷൻ ബ്രോത്തിലൊന്നും ഈ പ്രോബ് ഇട്ടാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് പവർ കൺസപ്ഷൻ കൂടുതലാണ്. പിന്നെ ഇതിന് ഈ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് എന്ന് വെച്ചാൽ ഹൈ എനർജി വേവ്സ് ആണ്. അപ്പോൾ അത് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഹീറ്റിംഗ് എഫക്റ്റ് കാരണം ഫെർമെൻറ്റേഷൻ ബ്രോത്ത് ചൂടാവും. അപ്പോൾ അത് തണുപ്പിച്ച് കൊടുക്കണം. പിന്നെ എന്താ വെച്ചാൽ ഇതിന് ഷോർട്ട് വർക്കിംഗ് ലൈഫ്, ഇത് ഈ പ്രോബ് പെട്ടെന്ന് കേടായി പോകും. പിന്നെ ചെറിയ റേഞ്ചിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അടുത്ത ഫിസിയോ മെക്കാനിക്കൽ മെത്തഡാണ് ഹീറ്റ് ഷോക്ക്. അപ്പോൾ അപ്ലൈയിങ് ഹീറ്റ് ഫോർ സെൽ വാൾ ഡിസ്ട്രപ്ഷൻ ഈസ് കോൾഡ് ഹീറ്റ് ഷോക്ക്. ഇറ്റ് കോസസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോഡക്ട്സ് ലൈക്ക് പ്രോട്ടീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് കൊടുത്തിട്ട് സെല്ലിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന മെത്തഡാണ് ഹീറ്റ് ഷോക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ ബ്രോത്ത് എടുത്ത് നല്ലോണം ചൂടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫെർമെൻറ്റേഷൻ ബ്രോത്തിൽ മൈക്രോബിയൽ സെൽസ് ഉണ്ടാവും. അപ്പോൾ ആ സെൽസിൻ്റെ വാളിലുള്ള പ്രോട്ടീൻസിന് ഡീനാച്ചുറേഷൻ സംഭവിച്ചിട്ട് ആ വാള് എന്തായി പോവും, വാളിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ട് വാള് ഡിസ്ട്രപ്റ്റ് ആയി പോവും. അപ്പോൾ സെല്ലിനുള്ളിലുള്ള കണ്ടൻസൊക്കെ റിലീസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ സെല്ലിൻ്റെ വാളിലുള്ള പ്രോട്ടീൻസിനെ ഡീനാച്ചർ ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻസ് ഡീനാച്ചറായി കഴിഞ്ഞാൽ ആ സെൽ വാളിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ആ സെൽ വാള് പൊട്ടിത്തെറിച്ചിട്ട് എന്ത് വരും, സെല്ലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അതാണ് ഹീറ്റ് ഷോക്ക്. അടുത്ത മെത്തേഡാണ് കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്സ്. അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ മെക്കാനിക്കൽ മെത്തേഡ്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും, അതായത് സെല്ലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും സെല്ലിൻ്റെ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ടുള്ള സെല്ലിൻ്റെ ഡിസ്ട്രപ്ഷനാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് ആണ് കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്, അതായത് കെമിക്കൽസും എൻസൈംസ് ഉപയോഗിച്ചിട്ട് സെൽസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് 5 മെത്തേഡ്സ് ആണ്: ഡിറ്റർജൻസ്, കയോട്രോപിക് ഏജൻറ്റ്സ്, ഓസ്മോട്ടിക് ഷോക്ക്, ആൽക്കലി ട്രീറ്റ്മെൻറ്റ് ആൻഡ് എൻസൈം ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡിറ്റർജൻസ് ആണ്. The detergents that are used for disrupting cells are divided into anionic, cationic and non-ionic detergent. The common thing for all detergent is that they directly damage the cell wall or membrane, and this will lead to the release of intracellular content. Detergent cause damage to lipoproteins of cell wall of microorganisms. The compounds used are sodium lauryl sulfate, sodium dodecyl sulfate, etc. The Triton X100 with guanidine HCl is effective used for release of cellular proteins. അപ്പോൾ ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ടുള്ള സെൽ ഡിസ്ട്രപ്ഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിൽ കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്. അപ്പോൾ ഡിറ്റർജൻസ് മെയിൻലി 3 ടൈപ്പാണുള്ളത്. ആനയോണിക് ഡിറ്റർജൻസ് ഉണ്ട്, കാറ്റയോണിക് ഡിറ്റർജൻസ് ഉണ്ട്, നോൺ അയോണിക് ഡിറ്റർജൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡിറ്റർജൻസ് മെയിൻലി എഫക്റ്റ് ചെയ്യുക സെൽ വാളിനെയാണ്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെയാണ് ഡിറ്റർജൻസ് മെയിൻലി എഫക്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഇൻട്രാസെല്ലുലർ കണ്ടൻറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ സെൽ വാള് ഈ പ്ലാസ്മ മെംബ്രെയിനും സെൽ വാളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പോ പ്രോട്ടീൻസ് കൊണ്ടാണ്. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസിനെയാണ് ഈ ഡിറ്റർജൻസ് ഡാമേജ് ചെയ്യുക. അപ്പോൾ ഈ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ സെൽ എന്തായിപ്പോവും, ഡിസ്ട്രപ്റ്റ് ആയിപ്പോവും. അപ്പോൾ കോമൺലി യൂസ്ഡ് ഡിറ്റർജൻസ് ആണ് SDS, സോഡിയം ഡോഡസൈൽ സൾഫേറ്റ്, സോഡിയം ലോറൈൽ സൾഫേറ്റ്, ട്രൈറ്റൻ X100 പോലെയുള്ള ഡിറ്റർജൻസ്. അപ്പോൾ ഡിറ്റർജൻസിൻ്റെ ആക്ഷൻ എന്താണ്? ഡിറ്റർജൻസ് സെൽ വാളിലുള്ള ലിപ്പോ പ്രോട്ടീൻസിനെയാണ് ഡാമേജ് ചെയ്യുക, എന്നിട്ട് സെല്ല് ഡിസ്ട്രപ്റ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. രണ്ടാമത്തെ കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡാണ് യൂസിങ് കയോട്രോപിക് ഏജൻറ്റ്സ്.
Reagents in water solution capable of disrupting hydrogen bond of water molecule are known as chiotropic agent. Example, urea and guanidine. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏജൻസ് ആണ് കയോട്രോപിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലിലൊക്കെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഈ സെല്ലിൻ്റെ മെയിൻ കോമ്പോണൻ്റ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇപ്പോൾ സെല്ലിൻ്റെ മേജർ പോർഷൻ എന്താണ്? വാട്ടറാണ്. അപ്പോൾ ഈ വാട്ടറിലുള്ള സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏജൻസ് ആണ് കയോട്രോപിക് ഏജൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, യൂറിയ ആൻഡ് ഗോണിഡ്. ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടർ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ സെല്ല് സർവൈവ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ സെല്ല് ഇപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് സെല്ല് പൊട്ടി തെറിച്ചിട്ട് സെല്ലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് റിലീസ് ചെയ്യും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ഹൈഡ്രജൻ ബോണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഏജൻസ് ആണ് കയോട്രോപിക് ഏജൻസ്. എന്നിട്ട് സെല്ല് ബ്രേക്ക് ചെയ്യും. എക്സാമ്പിളാണ് യൂറിയ ആൻഡ് ഗാനോഡിൻ. അടുത്ത കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡാണ് ആൽക്കലി ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈഡ്രോളിസിസ് ഓഫ് മൈക്രോബിയൽ സെൽ വാൾ പ്രൊവൈഡഡ് ദാറ്റ് ദി ഡിസൈഡ് പ്രോഡക്റ്റ് വിൽ ടോളറേറ്റ് pH of 11.5 to 12.5 for 20 to 30 minutes. അപ്പോൾ ആൽക്കലി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽക്കലി ട്രീറ്റ്മെൻറ്റിൽ ആൽക്കലി ഉപയോഗിച്ചിട്ട് സെല്ലിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന മെത്തേഡ്സാണ് ആൽക്കലി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആൽക്കലി ഉപയോഗിച്ചിട്ട് സെല്ലിനെ ഹൈഡ്രലൈസ് ചെയ്യുക, അതാണ് ആൽക്കലി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഈ പ്രോഡക്റ്റ് 11.5 to 12.5 pH സ്റ്റേബിൾ ആയിരിക്കണം. എത്ര മിനിറ്റ്? 20 to 30 മിനിറ്റ്. ഇല്ലെങ്കിൽ പ്രോഡക്റ്റും ഹൈഡ്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ എങ്ങനത്തെ പ്രോഡക്റ്റിന് ആണ് നമ്മൾ ആൽക്കലി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്? ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? 11.5 to 12.5 pH 20 to 30 മിനിറ്റ്സ് എന്തായിരിക്കണം? 20 to 30 മിനിറ്റ്സിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ ആൽക്കലി ട്രീറ്റ്മെൻറ്റ് വഴി സെൽ ഡിസ്ട്രപ്ഷൻ നടത്തുന്നത്. അടുത്ത മെത്തേഡാണ് എൻസൈം ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് യൂസ് ഓഫ് എൻസൈംസ് ഡിപ്പെൻഡ് ഓൺ സെൽ വാൾ കോമ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ, ലൈസോസൈം is commonly used to digest the cell wall of gram-positive bacteria and lysozyme and EDT is used for gram-negative bacteria. അപ്പോൾ എൻസൈം ഉപയോഗിച്ചിട്ട് സെൽ വാൾ ഡിസ്റ്റർബ് ചെയ്യുന്ന മെത്തേഡാണ് അടുത്ത കെമിക്കൽ എൻസൈമാറ്റിക് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എൻസൈമിൻ്റെ ആക്ഷൻ എന്താണ്? എൻസൈം നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽ വാളിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൻ്റെ സെൽ വാൾ പോലെയല്ല ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൻ്റെ സെൽ വാൾ. ഇപ്പോൾ രണ്ട് ടൈപ്പ് മെത്തേഡാണ് നമ്മൾ രണ്ട് ടൈപ്പ് മെത്തേഡാണ് നമ്മൾ എൻസൈം ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ലൈസോസൈം മാത്രമേ യൂസ് ചെയ്യൂ. പക്ഷേ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് നമ്മൾ ലൈസോസൈമും EDT യൂസ് ചെയ്താലേ സെൽ വാൾ ഡിസ്ട്രപ്ഷൻ നടക്കും. അടുത്ത മെത്തേഡാണ് ഓസ്മോട്ടിക് ഷോക്ക്. Here cells are first exposed to either high or low salt concentration. Then the conditions are quickly changed to opposite condition which leads to osmotic pressure and cell lysis. അപ്പം ഓസ്മോട്ടിക് ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് നമ്മൾ സെൽസിനൊരു ഷോക്ക് കൊടുക്കുന്നു, അതൊരു ഓസ്മോട്ടിക് ഷോക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് സെൽസ് എന്തായിപ്പോവും? പൊട്ടിത്തെറിച്ചിട്ട് ഡിസ്ട്രപ്റ്റ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യം സെൽസിനെ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഹൈ ഓസ്മോട്ടിക് പ്രഷറിലോ അല്ലെങ്കിൽ ലോ ഓസ്മോട്ടിക് പ്രഷറിലോ ഇടുക. അതിനുശേഷം പെട്ടെന്ന് ഓസ്മോട്ടിക് പ്രഷർ മാറ്റമുള്ള വേറൊരു സൊല്യൂഷനിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ പെട്ടെന്ന് ഓസ്മോട്ടിക് പ്രഷർ മാറുമ്പോൾ അതിലെന്ത് നടക്കും? ആ സെൽസ് അപ്പാട് ഡിസ്ട്രപ്റ്റ് ആയിപ്പോവും. അപ്പോൾ ആദ്യം നമ്മൾ സെൽസ് എടുക്കുക, സെൽസിനെ ഒരു ഹൈപ്പർ ടോണിക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോടോണിക് സൊല്യൂഷനിലോ ഇടുക. അതിനുശേഷം പെട്ടെന്ന്, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ സെൽസിന് ഇട്ടത് ഹൈപ്പോടോണിക് സൊല്യൂഷനിലാണെന്ന് വിചാരിക്കുക. അതായത് ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സോൾവൻറ്റിലാണ് ഇപ്പോൾ സെൽസ് ഉള്ളത്. പെട്ടെന്ന് നമ്മൾ ആ സെൽസിനെ എടുത്തിട്ട് ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനിലേക്ക് ഇടുന്നു. അപ്പോൾ അതിനൊരു സെൽസിന് കുറച്ച് സമയം എടുക്കും ആ ഓസ്മോട്ടിക് പ്രഷറിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ. അപ്പോൾ നമ്മളൊരു ഓസ്മോട്ടിക് ഷോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് ഷോക്ക് താങ്ങാനാകാതെ ആ സെൽസ് എന്തായിപ്പോൾ ഡിസ്ട്രപ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഇതാണ് ഓസ്മോട്ടിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിലാണ് ഇട്ടതെങ്കിൽ സെൽസ് ചുരുങ്ങും. ഇതാണ് പിക്ചറിൽ കാണിക്കുന്നത്. ഐസോടോണിക് ആണെങ്കിൽ സെൽസ് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഹൈപ്പോടോണിക് ആണെങ്കിൽ സെൽസ് എന്താകും? ഇപ്പോൾ സെൽസിൻ്റെ വലിപ്പം കൂടാതെ സെൽസ് വീർത്ത് വരും. അപ്പോൾ പെട്ടെന്ന്
ഓസ്മോട്ടിക് പ്രഷർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ നമ്മൾ സെൽസിനെ മാറ്റുക. അപ്പോൾ ആ സമയത്ത് സെൽസ് ഡിസ്ട്രപ്റ്റ് ആവും. അതോടെ സെൽ ഡിസ്ട്രപ്ഷൻ മെത്തേഡ്സ് കഴിഞ്ഞു. അപ്പോൾ 2 മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചത്, ഫിസിയോ മെക്കാനിക്കൽ മെത്തേഡ്സും കെമിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ്സും. ഇത് നോർമലി 5 മാർക്കിന് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ടൈപ്പിന് ചോദ്യം കാണാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ആണ്.